ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അക്കാദമിക ഘടനയിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നിർദ്ദേശിച്ച് UGC പുറത്തിറക്കിയ മാർഗരേഖ അക്കാദമിക് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ വലിയ എതിർപ്പിനിടയാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, കേരളവും തമിഴ്നാടും UGC മാർഗരേഖയെ നിയമപരമായി നേരിടാനും തീരുമാനിച്ചിട്ടുണ്ട്. ജനുവരി 6-ന് ഇറക്കിയ കരടിന്മേൽ നിർദ്ദേശം സമർപ്പിക്കാനുള്ള സമയം ഫെബ്രുവരി 5 വരെയാണ്. അതായത് കഷ്ടി 1 മാസം പോലും നൽകുന്നില്ല ഇത്ര നിർണായകമായ കരടുരേഖ പഠിക്കാൻ. ഈ തിടുക്കത്തിന് പുറകിൽ കേന്ദ്രത്തിന് ചില താല്പര്യങ്ങളുണ്ടെന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്താണ് പ്രതിഷേധങ്ങൾക്ക് കാരണം? സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ പോലും നിഷേധിച്ച് യൂണിയൻ സർക്കാരിൽ സകല അധികാരവും കേന്ദ്രീകരിക്കുന്ന നയത്തിൻ്റെ ഭാഗം തന്നെയാണ് UGC മാർഗരേഖയും. തുടക്കത്തിൽ സംസ്ഥാന പട്ടികയിലുണ്ടായിരുന്ന വിദ്യാഭ്യാസം അടിയന്തരാവസ്ഥയിലെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൺകറന്റ് ലിസ്റ്റിലായത്. കൺകറന്റ് ലിസ്റ്റിലെ വിഷയങ്ങളിൽ അന്തിമമായി കേന്ദ്രത്തിനു തന്നെയാണ് പരമാധികാരം. അതായത് ഏതെങ്കിലും നിയമനിർമ്മാണത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ഭിന്നതയുണ്ടായാൽ കേന്ദ്രത്തിന് പാർലമെൻറ്റിലൂടെ പാസാക്കുന്ന നിയമം വഴി സംസ്ഥാനത്തെ മറികടക്കാനാകും. അതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് കൂടി UGC മാർഗരേഖയിൽ ഉണ്ട്. ഈ വ്യവസ്ഥകൾ ലംഘിച്ചാൽ കോഴ്സുകൾക്ക് അംഗീകാരം നഷ്ടമാകുമെന്ന് മാത്രമല്ല, സ്ഥാപനങ്ങൾക്കുള്ള എല്ലാ സഹായവും ഇല്ലാതാകും. നിയമസഭകൾ അതാത് സംസ്ഥാനങ്ങളുടെ സവിശേഷതകൾ പരിഗണിച്ച് രൂപം നൽകുന്ന നിയമനിർമ്മാണത്തിലൂടെയാണ് സംസ്ഥാന സർവകലാശാലകൾ പ്രവർത്തിക്കുന്നത്. UGCയെപ്പോലെ അക്കാദമിക് മേൽനോട്ട ചുമതലയുള്ള ഒരു സംവിധാനത്തിന് നിയമനം അടക്കമുള്ള ഭരണപരമായ കാര്യങ്ങളിൽ സംസ്ഥാന നിയമങ്ങളെ മറികടക്കാനാകുമോ എന്നത് ഫെഡറലിസവുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യമാണ്. അതിന് പാർലമെൻറ്റാണ് മറുപടി നൽകേണ്ടത്, UGC അല്ല. വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടതാണ് UGC മാർഗരേഖയിലെ ഏറ്റവും അപകടകരമായ നിർദ്ദേശം. PC ആകാൻ ഇനി അധ്യാപന പരിചയം നിർബന്ധമില്ല. വ്യവസായം, പൊതുഭരണം, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങി അക്കാദമിക് മേഖലയ്ക്ക് പുറത്ത് അനുഭവ സമ്പത്ത് തെളിയിച്ചവർക്ക് VC ആകാം. VC സെർച്ച് പാനലിൽ 3 അംഗങ്ങളുണ്ടാകും. ചാൻസലറായ ഗവർണറുടെ പ്രതിനിധി, UGC ചെയർമാൻ നിർദ്ദേശിക്കുന്ന പ്രതിനിധി, സെനറ്റോ സിൻഡിക്കേറ്റോ നിർദ്ദേശിക്കുന്ന അംഗം. സെർച്ച് കമ്മിറ്റി ചാൻസലറാണ് രൂപീകരിക്കുക. ചാൻസലറുടെ പ്രതിനിധി ഈ കമ്മിറ്റിയിൽ അധ്യക്ഷത വഹിക്കുകയും വേണം. ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുന്ന വ്യവസ്ഥകളാണിവ. അക്കാദമിക് മേഖലയ്ക്ക് പുറത്തുള്ള 10 വർഷത്തെ അനുഭവ സമ്പത്ത് എങ്ങനെയാണ് വിലയിരുത്തുക? അധ്യാപന പരിചയവും ഗവേഷണ മേഖലയിലെ മികവും അടക്കമുള്ള അക്കാദമിക് വൈദഗ്ധ്യം ആവശ്യമില്ലാത്ത വെറുമൊരു ഭരണത്തലവൻ എന്ന നിലയ്ക്കുള്ള പദവിയായി VC മാറുകയാണ്. സെർച്ച് കമ്മിറ്റിയിലെ 3 അംഗങ്ങളിൽ 2 പേരും കേന്ദ്ര താൽപ്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകും എന്നതിനാൽ കേന്ദ്രത്തിന് താൽപ്പര്യമുള്ള VCമാരാകും നിയമിക്കപ്പെടുക. കേന്ദ്രം തന്നെ അവരുടെ അനുഭവ സമ്പത്തും തീരുമാനിക്കും. VC നിയമനത്തിൽ സംസ്ഥാനങ്ങൾക്ക് പ്രയോഗിക്കാവുന്ന ചില അവകാശങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. അവ ഉയർത്തിപ്പിടിച്ചാണ് കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളും ചാൻസലറായ ഗവർണറുടെ ഏകപക്ഷീയമായ അധികാര പ്രയോഗങ്ങൾക്കെതിരെ നിയമ പോരാട്ടം നടത്തുന്നത്. VC നിയമനത്തിൽ സംസ്ഥാന സർക്കാരിന് മേൽക്കൈ കിട്ടുന്ന തരത്തിലുള്ള നിയമനിർമ്മാണത്തിന് കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെയെല്ലാം ഒറ്റയടിക്ക് റദ്ദാക്കുന്നതാണ് UGC മാർഗരേഖ. സെർച്ച് കമ്മിറ്റിയിൽ UGC പ്രതിനിധി വേണമെന്ന് മാത്രമേ 2018 UGC മാർഗരേഖ പറയുന്നുള്ളൂ. മാത്രമല്ല, ചാൻസലർ തന്നെ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് പറയുന്നുമില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ സർവകലാശാലകളിൽ VCമാരെ നിയമിക്കാൻ ഗവർണർ ഏകപക്ഷീയമായി നിയോഗിച്ച സെർച്ച് കമ്മിറ്റിയെ തള്ളി സംസ്ഥാന സർക്കാരിന് സമാന്തര സെർച്ച് കമ്മിറ്റികൾ രൂപീകരിക്കാനായത്. VC നിയമനത്തിന് ഗവർണർ ഏകപക്ഷീയമായി പുറപ്പെടുവിച്ച വിജ്ഞാപനം തടയാനും കഴിഞ്ഞു. ഭരണഘടനാ പ്രകാരം സംസ്ഥാനത്തിലുള്ള എക്സിക്യൂട്ടീവ് അധികാരമാണ് കേരളം ഇവിടെ ഉപയോഗിച്ചത്. ഇപ്പോഴും കേരളത്തിലെ ഭൂരിപക്ഷം യൂണിവേഴ്സിറ്റികൾക്കും സ്ഥിരം VCമാരില്ല. യൂണിവേഴ്സിറ്റികളിലെ ഈ ഇൻചാർജ് നേതൃത്വങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ കേരളത്തിൻ്റെ വൈജ്ഞാനിക സമൂഹത്തെയും രാഷ്ട്രീയ നേതൃത്വങ്ങളെയും ഒരുവിധത്തിലും അലട്ടുന്നുമില്ല. തമിഴ്നാട്ടിൽ ഗവർണറുടെ ഇടപെടലിനെ തുടർന്ന് 5 സംസ്ഥാന സർവകലാശാലകൾക്കാണ് VCമാരെ നഷ്ടമായത്. 2022 VC നിയമനത്തിൽ ഗവർണർക്കുള്ള അമിത അധികാരങ്ങൾ നിയന്ത്രിക്കുന്ന വ്യവസ്ഥ പാസാക്കിയതിനെ തുടർന്നുള്ള നിയമതർക്കം അവിടെ അന്തമില്ലാതെ തുടരുകയാണ്. പശ്ചിമ ബംഗാളും VC നിയമനത്തിൽ ഗവർണർക്കെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയിലാണ്. കോളേജ് അധ്യാപന നിയമനത്തിലും യൂണിയൻ സർക്കാരിനെ പിടിമുറുക്കാൻ കഴിയുന്ന വ്യവസ്ഥകൾ UGC മാർഗരേഖയിൽ സമർത്ഥമായി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്.
അസിസ്റ്റന്റ് പ്രൊഫസറാകാൻ നെറ്റ് വേണ്ട എന്ന് പുതിയ മാർഗരേഖ പറയുന്നു. 75% മാർക്കോടെ 4 വർഷ ബിരുദമോ 55% മാർക്കോടെ PG ഉള്ളവർക്ക് നെറ്റ് യോഗ്യതയില്ലാതെ അസിസ്റ്റന്റ് പ്രൊഫസറാകാം. ഒഴിവുകളിൽ 10% പേരെ അക്കാദമിക് ഇതര മേഖലകളിൽ നിന്ന് നിയമിക്കാനും ശുപാർശയുണ്ട്. ഇതിനായി പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന സംവിധാനം വരും. അതായത് വിദ്യാർത്ഥികളെ പുതിയ കാലത്തെ വൈജ്ഞാനിക ലോകത്തേക്ക് തുറന്നുവിടുകയെന്ന പ്രവൃത്തിക്ക് ആവശ്യം വേണ്ട വിശകലന ഗവേഷണ ശേഷികളോ അക്കാദമിക് വൈദഗ്ധ്യമോ പൂർണ്ണമായും ആവശ്യമില്ലാതാക്കുന്ന പരിഷ്കാരം. അധ്യാപകരെ നിയമിക്കാനുള്ള ഇൻ്റർവ്യൂ ബോർഡിലെ വിഷയ വിദഗ്ധരെ VC ആണ് തിരഞ്ഞെടുക്കുക. കോളേജുകളിലെ അധ്യാപകരെ നിയമിക്കാനുള്ള പാനലിലേക്ക് VCയുടെ പാനലിൽ നിന്ന് 3 പേരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. മാത്രമല്ല സെലക്ഷൻ കമ്മിറ്റി നൽകുന്ന മാർക്കിനായിരിക്കും അധ്യാപക നിയമനത്തിൽ മുൻതൂക്കം. സെലക്ഷൻ കമ്മിറ്റിക്ക് മേൽ VCക്ക് നിർണായക സ്വാധീനം ചെലുത്താനാകുമെന്നതിനാൽ പലതരം താൽപ്പര്യങ്ങൾക്ക് സ്വാധീനം ചെലുത്താനുള്ള സ്പേസും ഇവിടെയുണ്ട്. ഒരർത്ഥത്തിൽ VCമാരും അധ്യാപകരും പൂർണ്ണമായും കേന്ദ്ര താൽപ്പര്യത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യമാണ് UGC മാർഗരേഖ സൃഷ്ടിക്കാൻ പോകുന്നത്. മറ്റൊരു പ്രധാന പ്രശ്നം പ്രാതിനിധ്യത്തിൻ്റെതാണ്. അക്കാദമിക് മാനദണ്ഡങ്ങൾ പ്രകാരം നിയമനം നടക്കുമ്പോൾ തന്നെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിലും മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും നിയമനങ്ങളിൽ SC, ST, OBC വിവേചനം അതിരൂക്ഷമാണ്. 2023 ജൂലൈയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ലോക്സഭയിൽ ഇതിൻ്റെ ഒരു കണക്ക് പുറത്തുവിട്ടു. 45 കേന്ദ്ര സർവകലാശാലകളിൽ 2 മാത്രമാണ് SC, ST വിഭാഗത്തിൽ നിന്ന് VCമാരുള്ളൂ. 1341 പ്രൊഫസർമാരിൽ പട്ടികവർഗക്കാർ 22 പേർ മാത്രം, പട്ടികജാതിക്കാർ 96 പേർ, OBC വിഭാഗത്തിൽ നിന്ന് 60 പേർ. 2817 അസോസിയേറ്റ് പ്രൊഫസർമാരിൽ 231 പട്ടികജാതിക്കാരാണ് ഉള്ളത്, 69 പട്ടികവർഗക്കാരും 187 OBC വിഭാഗക്കാരും. 5284 അസിസ്റ്റന്റ് പ്രൊഫസർമാരിൽ പട്ടികജാതിക്കാർ 1094 പേർ, പട്ടികവർഗക്കാർ 534 പേരും OBC വിഭാഗത്തിൽ നിന്ന് 1654 പേരും. SC, ST വിഭാഗത്തിലെ 1097 ഒഴിവുകളിൽ 212 പോസ്റ്റിൽ മാത്രമാണ് നിയമനം നടന്നത്. അക്കാദമിക യോഗ്യതകൾക്കപ്പുറത്തുള്ള മാനദണ്ഡങ്ങൾ കൂടി VCമാരുടെയും അധ്യാപകരുടെയും നിയമനത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ ആദ്യം പുറത്താകുക ദളിത് പിന്നാക്ക വിഭാഗങ്ങളായിരിക്കും. വ്യവസായം, പൊതുഭരണം, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങിയ മേഖലകളിലെ നേതൃശേഷി കൂടി VCമാരുടെയും അധ്യാപകരുടെയും നിയമനത്തിൽ യോഗ്യതയായി വരുമ്പോൾ പൂർണ്ണമായും വരേണ്യവൽക്കരിക്കപ്പെട്ട സംവിധാനമായി ഉന്നത അക്കാദമിക് മേഖല മാറും. യൂണിയൻ സർക്കാരിനെതിരായ രാഷ്ട്രീയ പ്രതിരോധമായി ഈ വിഷയത്തിലുള്ള പ്രതികരണങ്ങൾ മാറേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളിൽ ചാൻസലർ ഭരണം പൊടിപൊടിക്കുന്നത്? കാരണം തങ്ങളുടെ നിയന്ത്രണങ്ങൾക്ക് പുറത്ത് അവശേഷിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള സംസ്ഥാനങ്ങളാണ് ഇവ. മറ്റു സംസ്ഥാനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നേതൃത്വങ്ങൾ അതിവേഗം കേന്ദ്രഭരണത്തിന് താൽപ്പര്യക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുടെയും സ്ഥാപന മേധാവികളുടെയും അടിസ്ഥാന യോഗ്യത അവർക്ക് RSSുമായുള്ള അഫിലിയേഷനാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് വസ്തുതകളുടെ വെളിച്ചത്തിൽ തന്നെയാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ 2 സർക്കാരുകളുടെ കാലത്ത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലക്ഷ്യമിടുന്ന അജണ്ട RSSന് വിജയകരമായി നടപ്പാക്കാനായി. സിലബസിലെ തിരുത്തലുകൾ ചർച്ചയാകുമ്പോൾ പാർശ്വവൽകൃത വിഭാഗങ്ങളെ പുറന്തള്ളുന്ന പ്രക്രിയ നിശബ്ദമായാണ് അരങ്ങേറുന്നത്. 2018നും 2023നുമിടയിൽ ആത്മഹത്യ ചെയ്ത 61 IIT, IIM വിദ്യാർത്ഥികളിൽ ഏറെ പേരും ദളിത് പിന്നാക്ക വിഭാഗക്കാരായിരുന്നു. ഫെലോഷിപ്പുകൾ നിർത്തിയും ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചും സ്വകാര്യവൽക്കരണത്തിലൂടെയും പുതിയ ക്യാമ്പസുകൾ വരേണ്യമാക്കപ്പെടുകയാണ്. ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ച് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന രാഷ്ട്രീയ സമരങ്ങൾക്ക് വലിയൊരു വിഭാഗം അധ്യാപകരുടെയും ഐക്യദാർഢ്യമുണ്ടായിരുന്നു. രാജ്യദ്രോഹമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേന്ദ്രം വിദ്യാർത്ഥികളെ നേരിട്ടത്. ഒപ്പം പല സ്ഥാപനങ്ങളുടെയും തലപ്പത്ത് തങ്ങൾക്ക് അഭിമതരായവരെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇതിൻ്റെ സ്വാഭാവിക തുടർച്ച മാത്രമാണ് UGC മാർഗരേഖ. മാത്രമല്ല, ഗവർണർ പദവിയെ ഏറ്റവും സങ്കുചിത കക്ഷി രാഷ്ട്രീയ പദവിയാക്കി മാറ്റിയ പാർട്ടിയും സർക്കാരുമാണ് കേന്ദ്രം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചാൻസലർ എന്ന ഈ കേന്ദ്ര നോമിനിക്ക് പരമാധികാരം നൽകുന്ന UGC മാർഗരേഖ കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയ ഇടപെടലിനുള്ള ഒരു വഴി കൂടിയാണ് തുറക്കുന്നത്. കേന്ദ്രത്തിൻ്റെ പ്രതിലോമകരമായ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുടെ പാരഡികൾ കേരളവും പിന്തുടരുന്നുണ്ട്. VCമാരുടെ നിയമനത്തിലും
എയ്ഡഡ് കോളേജ് നിയമനത്തിലെ സംവരണത്തിലുമെല്ലാം പലതരം ഇരട്ടത്താപ്പുകൾ സംസ്ഥാന സർക്കാരിനുണ്ട്. മുന്നണി ഭരണത്തിൻ്റെ ഒഴിയാബാധയായ സങ്കുചിത കക്ഷി രാഷ്ട്രീയം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെയും വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസം പുതിയ കാലത്തിനു വേണ്ട ഒരുതരം നിലവാരവും പുലർത്താത്ത അഭ്യാസമായി മാറിയിട്ടുണ്ട്. കേരളത്തിനു പുറത്തേക്ക് വിദ്യാർത്ഥികൾ ധാരാളമായി പോകാനും തുടങ്ങിയിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ നയങ്ങൾക്കെതിരായ പോരാട്ടം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് കൂടിയായി മാറേണ്ടതുണ്ട്.